ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് നാൽപ്പുളിക്ക് വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ബീച്ച് വഴിയാട്ടോ പോണത്. അതും നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല പൊരി വെയിലാണ്. എന്റെ നേരെ മുകളിൽ തന്നെ സൂര്യനുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലെത്തി. നമ്മളെ കൂടെ ബ്രദറും വൈഫും എന്റെ ഉമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അവര് കാറിൽ വരുന്നുണ്ട്. അപ്പൊ അവര് വേറൊരു സ്ഥലത്ത് പോയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയിട്ട് ഒരു ഐസർദിയൊക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഐസർദിയൊക്കെ കുടിച്ച് ബീച്ച് വൈബൊക്കെ ആസ്വദിച്ച് കുത്തിരുന്നു കേട്ടോ. അപ്പൊ അവര് വിളിച്ചപ്പോ നമ്മള് നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെ വീട്ടിലോട്ട് കയറി. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ബേബീനെ കാണാൻ പോയത്. അപ്പൊ ഫൈനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബേബിക്ക് ഉമ്മ ഒരു ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കാണ്. ആള് നല്ല ഉറക്കത്തിലാണ്. രാത്രിയാണ് ഫുൾ കളിയും, പകല് ഫുൾ ഉറക്കമാണ്. പിന്നെ ആൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ നമ്മളെല്ലാവരും വാവ എടുക്കുന്നത് കണ്ടപ്പോ നമ്മളെ നസത്താത്ത വന്നു. ഭയങ്കര ഉമ്മ കൊടുക്കലായിരുന്നു. നമ്മുടെ സിയത്താത്തക്ക് ബേബീനെ മടിയിൽ വെക്കണം എന്ന് പറഞ്ഞ് അപ്പോഴേക്ക് നമ്മൾ ബേബീനെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറുപ്പിച്ചിട്ട്. പിന്നെ നമ്മുടെ അടുത്ത ഘട്ട ഫുഡാണല്ലോ, അപ്പൊ അവരതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളവിടെ പോയിരുന്നു, നല്ല ഫുഡൊക്കെ അടിച്ചു. ഗീ റൈസും ചിക്കൻ ഇസ്റ്റ് കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പൊ എല്ലാവരും കിടന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ അവർ പായസം കൊണ്ടു തന്നു. അങ്ങനെ പായസം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അങ്ങനെ എപ്പോഴത്തെയും പോലെ നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ നെസക്കുട്ടി നമ്മളെ കൂടെ വരുമല്ലോ. അങ്ങനെ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ മൂപ്പരാള് നമ്മളെ കൂടെ വരികയാണ്. നഴ്സറി പോകാനുള്ള ബാഗൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മളെ ഗോഡ് ഫാദറിലെ ഈ വീട് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഡയലോഗാ, കേറി വാടാ മക്കളെ. ആ വീട് അന്ന് ഗോഡ് ഫാദർ ഫിലിം കണ്ടപ്പോൾ തന്നെ ഒരു മാറ്റവും ഇല്ല. പിന്നെ ബീച്ചിന്റെ സൈഡിലൊക്കെ ഇതേപോലെ അങ്ങനെ കാണുന്നുണ്ട്. നമ്മളെ പെരുന്നാളൊക്കെ അടുത്തതാണല്ലോ. അപ്പൊ നമ്മൾ വരുന്ന വഴി മിറർ ചെറുതായിട്ടൊന്ന് മതിലിന് തട്ടിപ്പോയി. അപ്പൊ അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡാക്കിയതായിരുന്നു. അങ്ങനെ നമ്മൾ വരുന്ന വഴി ബീച്ചിലൊക്കെ കയറണം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഞങ്ങളെ പരിപാടി ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഇന്ന് ബീച്ച് ഒരു ഒഴിവും ഉണ്ടാവില്ല, നല്ല തിരക്കായിരിക്കും. ഞായറാഴ്ച സമയങ്ങളിലൊക്കെ ബീച്ചിൽ പോവാന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരു വണ്ടി വെക്കാൻ പോലും ആ ബീച്ചിന്റെ സൈഡിൽ ഒരു സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് ആളായിരിക്കും. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവല്ലോ, ഒരു സൈഡ് പോലും ഇല്ല, എല്ലാ സ്ഥലത്തും വണ്ടിയാണ്. അങ്ങനെ ആ ആഗ്രഹം ബീച്ചിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ ഇതിലേ പോകുമ്പോൾ എപ്പോഴും എനിക്ക് റെയിൽവേ ട്രാക്ക് അടവായിരിക്കും. ഇന്നും അതുപോലെ തന്നെ നമുക്ക് അടവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി നല്ല മഴയായിരുന്നു. അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഫോൺ ഞാൻ വണ്ടിയിലേക്ക് വെച്ചു. പിന്നെ എവിടെയും കയറിയിട്ടില്ല. നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ മഴയല്ല, അപ്പോൾ നമ്മൾ വരുന്ന വഴി നമ്മള് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വാങ്ങിയായിരുന്നു. അപ്പൊ നല്ലൊരു കട്ടനൊക്കെ ഉണ്ടാക്കിയിട്ട് അതും കൂട്ടിയിട്ട് കഴിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.